ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അത് നമ്മുടെ കൂട്ടുകാർക്ക് പകർന്നു നൽകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് 5 വർഷം മുൻപ് നമ്മൾ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്താണ്, ഏകദേശം 5 വർഷം തികയുന്ന സമയത്ത് എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ മകൻ ഗ്രേസൺ ഉമേഷ്, ക്യാൻസർ എന്ന മഹാവ്യാധി ബാധിച്ച് നമ്മളെ വിട്ടകന്നു പോയത്. നമ്മുടെ ചാനലിൻ്റെ രീതി ഇതൊന്നുമല്ല. ഇപ്പം നിങ്ങൾക്ക് ചാനൽ കണ്ടാൽ കാണാൻ കഴിയും, ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത്, ഇതുപോലെ ക്യാൻസർ ബാധിച്ച് കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അവൻ്റെ പേരിൽ സഹായം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയുടെയും സ്റ്റാർട്ടപ്പിൽ ഇങ്ങനെ നിങ്ങൾ കാണേണ്ടി വരുന്നത്. നിങ്ങൾ സഹകരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതിലൂടെ എന്തെങ്കിലും നമ്മുടെ ചാനലിന് വളർച്ചയുണ്ടായി അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും കുരുന്നുകളെ ജീവന് വേണ്ടി സഹായിക്കാൻ കഴിയും. നമുക്ക് ഗ്രേസിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ, പപ്പയുടെ ചാനൽ എന്ന് എപ്പോഴും പറയാറുള്ള ഈ ചാനലിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുക, അത് അതേ രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾക്കൊരു സഹായം കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് വന്നിട്ട് ജിഗാബൈറ്റിൻ്റെ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. 4GB ആണ് ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി. 4GB ആണ്. അപ്പോൾ ഈ മോഡൽ വെച്ച് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 20,000 രൂപ 25,000 രൂപ ആ റേഞ്ചിൽ ഇപ്പോഴും പ്രൈസ് ഉള്ള മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്യുവൽ ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ഇതിന് അഴിക്കാം. ഫാനിൻ്റെ വയർ ഡിസ്കണക്ട് ചെയ്യുക. ഫാനിൻ്റെ വയർ ഡിസ്കണക്ട് ചെയ്തു. ഇവിടെ നോക്കാമെങ്കിൽ ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് പാഡ് ഇരിക്കുന്നതാണ്. ഇത് ഇവിടെ ഒന്നുണ്ട്. ഇവിടെയാണ് മെയിൻ ചിപ്പ് വരുന്നത്. ഇത് വന്നിട്ട് പവർ സപ്ലൈ സ്റ്റേജ്. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും എന്തോ ഒരു സാധനം ബാണായി ഇതിലിരിപ്പുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം വിശദമായിട്ട്. അത് ഇവിടെയാണ് വരുന്നത്. ഇത് പവർ സപ്ലൈ സ്റ്റേജാണ്. അതായത് ഈ ഒരു ഗ്രാഫിക്സ് ചിപ്പിന് വേണ്ട പവർ കൊടുക്കുന്ന സ്റ്റേജിൽ വരുന്ന ഒരു മോസ്ഫെറ്റ് ബാൺ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഭവം. ഇപ്പം മൾട്ടിമീറ്റർ ഇപ്പം കണ്ടിന്യൂറ്റി മോഡിലിടാം. കാണുന്നുണ്ടല്ലോ, കണ്ടിന്യൂറ്റി മോഡിലിട്ടു. എന്നിട്ട് സെലക്ട് ചെയ്യണം. ബസർ മോഡാക്കിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ഒരു പിന്ന് വയ്ക്കുക. ഗ്രൗണ്ടിൽ എല്ലാ ചെക്കിങ്ങിലും ഇങ്ങനെ തന്നെയാണ്. ഗ്രൗണ്ടിൽ ഒരു പിന്ന് വയ്ക്കുക. എന്നിട്ട് ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് കോയിലുകൾ ഫുൾ ഷോർട്ടാണോ എന്ന് നോക്കാം. ഈ ഗ്രാഫിക്സ് ചിപ്പുകളെല്ലാം ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് വളരെ ലോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള വോൾട്ടേജ് 0.8.1 0.9 സംതിങ് കൊണ്ട് ഒരു വോൾട്ട് പോലും തികച്ച് വേണ്ട. ആംബിയർ എന്നാൽ ഒരു 100 ആംബിയറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ മുൻ വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഇതിൽ 12 വോൾട്ട് ഒരു 15 ആംബിയറാണ് അല്ലെങ്കിൽ 20 ആംബിയർ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ അവിടെ എങ്ങനെ ഇത്രയും ആംബിയർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജിനെ ആംബിയറായിട്ട് മാറ്റും. ഇവിടെ വോൾട്ടേജ് 1 വോൾട്ടിന് താഴെയും ആംബിയർ അതിന് പകരം ആംബിയർ 100 ആംബിയറും അല്ലെങ്കിൽ 60 ആംബിയർ അതനുസരിച്ച്. ഇവിടെ എന്താണ് ആവശ്യം അതനുസരിച്ച് ഇതിൽ നിന്നുള്ള ഡേറ്റാസ് എല്ലാം ഇങ്ങോട്ട് പാസ് ചെയ്യും. നമ്മുടെ കോർ IC എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോർ മീൻസ് ഇതിൻ്റെ മെയിൻ വോൾട്ടേജ് കൊടുക്കുന്ന IC. അതിൻ്റെ ടെക്നിക്കൽ ടേംസ് വേറെ ഉണ്ട്. നമ്മളുടെ ടെക്നീഷ്യന്മാരുടെ കയ്യിൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആയതാണ്. അപ്പോൾ ഈ IC ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കൂടുതൽ ആംബിയർ വേണമെങ്കിൽ അതനുസരിച്ച് ഇവിടെ നിന്നുള്ള ഡേറ്റ ഇതിലേക്ക് വരും. ക്ലോക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആ ഡേറ്റ ഈ ICയിലേക്ക് വരും. ഈ IC നിന്നാണ് പിന്നെ അതനുസരിച്ച് IC നമ്മുടെ ഈ മോസ്ഫെറ്റുകളെ ട്രിഗർ ചെയ്യിപ്പിച്ച് കൂടുതൽ ആംബിയർ വേണമെങ്കിൽ അങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഒരു IC ബാണായിരിപ്പുണ്ട്. ആ IC നമുക്ക് പതിയെ ഇളക്കി മാറ്റാം. ബാണായ IC അല്ല, ബാണായ മോസ്ഫെറ്റിനെ നമുക്ക് ഇളക്കിയെടുക്കാം.
ഫ്ലക്സ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബോർഡ് കൊള്ളും. ഫ്ലക്സ് എടുക്കും. ഫ്ലക്സ് വേറെ ഒന്നുമില്ല, അതിനടുത്തൊരു കപ്പാസിറ്റർ എടുക്കണം. അത് ഓവർ ഹീറ്റായി പൊട്ടിത്തെറിക്കാറായി ഈ കപ്പാസിറ്റർ. അതാണ് ഞാൻ നിർത്തിയത്. അത്ര ഹീറ്റായിട്ടാണ് അത്. ഈ കപ്പാസിറ്ററിനെ കഴിച്ച് മാറ്റാം. ഓക്കെ, അപ്പം നമ്മൾ കപ്പാസിറ്റർ മാറ്റി. എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലിന് കഴിച്ച് മാറ്റിയല്ലേ പറ്റത്തുള്ളൂ. ഹോസ്പിറ്റലിന് നന്നായിട്ട് ഹീറ്റ് കൊടുത്ത് നമ്മൾ കഴിച്ച് മാറ്റും. ഈ പോസിറ്റീവ് സൈഡിൽ കിടക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. .4 ആണ് വാല്യൂ. 0.4 ഉണ്ട്. നമുക്ക് ഈ പ്രോബുകൾ തമ്മിൽ ഷൂട്ട് ചെയ്ത് നോക്കാം. .3, 0.2. അപ്പം 0.1 ഓംസിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ഫുൾ ഷോട്ടല്ല. എന്താ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ അവിടുത്തെ ഷോട്ട് മാറിയിട്ടുണ്ട്. അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള മീറ്റർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് ഫ്ലൂക്കിൻ്റെ മീറ്ററാണ്. ഇതാണ്ട 0.4 തന്നെ എത്ര നേരം വെച്ചാലും നിൽക്കുന്നുണ്ടോ. ഇനി നമുക്ക് ഗ്രൗണ്ടിൽ 2 ഗ്രൗണ്ടുകൾ തമ്മിൽ ഇവിടെ വെച്ച് തന്നെ നോക്കാം. ഇതാ 2ഉം 3ലും 1ലൊക്കെ എത്തുന്നുണ്ടോ, 0യിലേക്ക് എത്തി. അപ്പോൾ എന്തായാലും 0 ഷോട്ട് അല്ല, ഓംസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് ഈ 2 മോസ്ഫെറ്റിനും ഗേറ്റ് ഉണ്ട്. അത് ഗ്രൗണ്ടുമായിട്ട് ഷോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്വിച്ചിങ് IC എന്നൊക്കെ എളുപ്പത്തിൽ പറയാം. ഈ സ്വിച്ചിങ് IC നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ മോസ്ഫെറ്റുകളെ ഫുൾ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന ഒരു IC ഉണ്ട്. അത് ഏതൊരു വോൾട്ടേജ് സെക്ഷൻ എടുത്താലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ വർക്കിംഗ് രീതി എന്ന് പറയുന്നത്. ഡൗൺ ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന എല്ലാ സ്റ്റേജുകളിലും മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു IC ഉണ്ട്. ആ ICക്ക് ഒരുപാട് ഫംഗ്ഷനുകളുണ്ട്. ഡിസേബിൾ ചെയ്യുക, എനേബിൾ ചെയ്യുക, വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നലുകളനുസരിച്ച് ഓവർ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ തല പുകയിപ്പിക്കുന്നില്ല. നിസ്സാരമായിട്ട് സാധാരണ ഒരാൾക്ക് എങ്ങനെ ഇത് സർവീസ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് കുറച്ചുള്ള ആളിന് എങ്ങനെ സർവീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം 4ാമത്തെ പിന്നാണ് മോസ്ഫെറ്റിൻ്റെ 4ാമത്തെ പിന്നാണ് ഗേറ്റ് നോക്കാം. ഇതാ ഇവിടെ ഒരു നോച്ച് ഉണ്ട്. 1, 2, 3, 4 ഗേറ്റ് പിന്ന് ഷോർട്ടാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ IC പോയിട്ടുണ്ട്. ഒന്ന്, 2, 3, 4 അടുത്ത മോസ്ഫെറ്റിൻ്റെ ഈ മോസ്ഫെറ്റിൻ്റെ, അതായത് നേരത്തെ ഗ്രൗണ്ടിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ മോസ്ഫെറ്റ് ഗേറ്റുമായിട്ട് ഷോട്ടൊന്നുമില്ല. ഗേറ്റും ഗ്രൗണ്ടും തമ്മിൽ യാതൊരു ഷോട്ടും ഇല്ല. അപ്പോൾ അത് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഈ ബാണായ അതിൻ്റെ ഗേറ്റ് പിന്നും ഗ്രൗണ്ടുമായിട്ട് ഷോർട്ടാണ്. അതിൻ്റെ അർത്ഥം ആ ഒരു സെക്ഷനിൽ ഇവിടുന്ന് ഇത് ബാണായപ്പം തന്നെ ആ ഗേറ്റ് വഴി വോൾട്ടേജ് അങ്ങോട്ട് കയറിപ്പോകും, റിവേഴ്സായിട്ട്. അങ്ങനെ ഈ ICയും കേടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ICയും മാറി, ഈ 2 മോസ്ഫെറ്റും മാറിയാൽ മാത്രമേ നമുക്കിതിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ IC ഓർഡർ ചെയ്തൊക്കെ എടുക്കണം നമുക്ക്, അല്ലെങ്കിൽ ഇതുപോലെ സെയിം ബോഡിയിൽ നിന്ന് IC എടുത്തിട്ടുണ്ട്. ICയുടെ നമ്പർ നോക്കട്ടെ.
ICയുടെ നമ്പർ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കിയേ, നമ്പർ ഞാൻ പറഞ്ഞുതരാം. PU9009 ആണ്. പിന്നെ ഉള്ളത് 09S എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മോസ്ഫെറ്റ് ഡ്രൈവർ. ഒരു സബ് ഡ്രൈവർ ഉണ്ടെന്ന് തോന്നുന്നു. അത് കൂടുതൽ സർക്യൂട്ട് വിശദമായിട്ട് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫിക്സ് കാർഡ് വർക്ക് ചെയ്യും. കോറിൻ്റെ റെഗുലേറ്ററും ഈ ICയും ഈ രണ്ട് മോസ്ഫെറ്റും മാറിക്കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് ജനറേറ്റ് ആവും. എന്നാൽ മാത്രമേ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു. പക്ഷേ എനിക്കത് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് എല്ലാവരും പൂർവ്വം ക്ഷമിക്കുക. ഏകദേശം ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒരു ഇൻറ്റേർണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. ഇത് റെഡിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് സംശയം തന്നെയാണ്. നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? NVIDIAയുടെ ഇതാണ് ഗ്രാഫിക്സ് ചിപ്പ്. നമ്മുടെ ഏകദേശം i7 പ്രോസസ്സറിൻ്റെ അത്ര തന്നെ ഡൈയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ കാണുന്നതാണ് അതിൻ്റെ സിലിക്കൺ ക്രിസ്റ്റൽ. ഇതിനകത്താണ് ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കട്ടിങ്ങും ഒക്കെ വരുന്നത്. ICയുടെ മാനുഫാക്ചറിങ് ഒക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് NVIDIA. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് TU116-250-KA-A1 എന്ന് പറയുന്ന ചിപ്പാണ്. ഇതിൻ്റെ റാം ചിപ്പാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഈ പാഡിൻ്റെ അടിയിലുണ്ട് ചിപ്പ്. 1 2 3 4 ഈ 4 ചിപ്പ് ചേർന്നാണ് 4GB. അപ്പോൾ ഒരു ചിപ്പ് എന്ന് പറയുന്നത് 1GB ഉണ്ട്. അടിവശത്ത് വേറെ ചിപ്പൊന്നുമില്ല. 1GB. അപ്പോൾ ആക്ച്വലി ഇത് 2 ചിപ്പ് ഇവിടെ ഇട്ടിട്ടില്ല. ഈ 2 ചിപ്പും കൂടെ ഇട്ട് ബയോസിലനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തിയ ഇത് 6GB കാർഡായിട്ട് മാറും. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാണുന്നുണ്ടോ? അപ്പോൾ ഏകദേശം ഈ ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.